MLA ഓഫീസ് ഇരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസിൽ ശ്രീലേഖ നിയമവിരുദ്ധമായി കടന്നു കയറി ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് ഒരാൾ കൊടുത്ത പരാതിയാണ്. ശ്രീലേഖയ്ക്ക് ഓഫീസ് വേണമെങ്കിൽ അത് കോർപ്പറേഷനിലേക്ക് അപേക്ഷ കൊടുക്കണമായിരുന്നെന്നും കോർപ്പറേഷൻ കൗൺസിൽ കൂടി തീരുമാനിച്ച് അനുമതി കിട്ടിയാൽ മാത്രമേ അവിടെ കയറാമായിരുന്നുള്ളൂ എന്നും അതിനു മുമ്പ് തന്നെ അവിടെ കടന്നു കയറിയത് അതിക്രമിച്ച് കടന്നതിന് തുല്യമാണെന്നും അതുകൊണ്ട് ശ്രീലേഖയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നും ആവശ്യപ്പെട്ടാണ് പരാതി മുഖ്യമന്ത്രിക്ക് പോയത്. മുഖ്യമന്ത്രി ഉടനടി ആ പരാതി DGPക്ക് കൈമാറി. പ്രഥമ ദൃഷ്ടിയ വായിച്ച് ചവറ്റുകുട്ടയിൽ ഇടേണ്ട ഈ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൊടുത്തത് വളഞ്ഞ വഴിയിലൂടെ കള്ളക്കേസിൽ കുടുക്കി ശ്രീലേഖയെ അപമാനിക്കാൻ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫോർവേഡ് ചെയ്തൊരു കേസ് എടുക്കാതിരിക്കാനുള്ള ശേഷി നമ്മുടെ DGPക്ക് ഇല്ലെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ കൗൺസിലറായ ശ്രീലേഖ അനധികൃതമായി കോർപ്പറേഷൻ ഓഫീസിൽ കയറി എന്ന് പറഞ്ഞ കള്ളക്കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നർത്ഥം. CPM പക വീട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നതിന്റെ തെളിവായി മാറുകയാണ് ഇത്. വാസ്തവത്തിൽ അതും ശ്രീലേഖയ്ക്കും BJPക്കും ഗുണകരമായി മാറും. തന്റെ ഓഫീസിൽ പോയി ഒരു കൗൺസിലർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുങ്ങേണ്ടി വരുന്ന സാഹചര്യം BJPക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായത്തിന് കാരണമാകും. കോൺഗ്രസുകാർ പറയുന്നത് BJPക്ക് അനുകൂലമായ അന്തരീക്ഷം രൂപീകരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകൾ BJPക്ക് കൊടുക്കാൻ CPM നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതൊക്കെയെന്നാണ്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും CPM നേതാക്കൾ ചാടിയിറങ്ങി അതിൽ പങ്കുകൊള്ളുന്നതുമൊക്കെ BJPക്ക് അനുകൂലമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള CPMന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ശ്രീലേഖ രംഗത്ത് വന്നിട്ടുണ്ട്.